പത്തനംതിട്ട ഇലന്തൂരിലെ വീട്ടിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ സൈനികൻ വഹിച്ചുകൊണ്ടുള്ള തോമസ് വഹിച്ചുകൊണ്ടുള്ള ആ ഒരു വാഹനം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ പത്തനംതിട്ടയിൽ എത്താൻ സമയമെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? ഇതിലെ പൊതുദർശനം അടക്കമുള്ള സജ്ജീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇലന്തൂർ തന്നെ മാർക്കറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. ആദ്യം ഇവിടേക്കായിരിക്കും എത്തുക. ഇവിടെ നിന്നായിരുന്നു ഈ സ്ഥലത്ത് നിന്ന് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നായിരിക്കും വീട്ടിലേക്കുള്ള വിലാപയാത്ര ആരംഭിക്കുക. വിലാപയാത്രയായി വീട്ടിലേക്ക് പോകാനാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ബാക്കിയുള്ള ചടങ്ങുകളിലേക്ക് കടക്കുക. പൊതുദർശനം ഉണ്ടാകും വീട്ടിൽ. പൊതുദർശനത്തിന് ശേഷമായിരിക്കും ദേവാലയത്തിൽ കത്തീഡ്രലിൽ സംസ്കാരം അടക്കമുള്ള ചടങ്ങുകൾ നടക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഒരുക്കം തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം 56 വർഷങ്ങൾ നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ജവാൻ തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ലഭിക്കുന്നത്. അതിനുശേഷം ഒരു പ്രതീക്ഷ ഇല്ലാതിരുന്നിടത്തു നിന്നാണ് ഇങ്ങനെയൊരു തെരച്ചിൽ നടക്കുന്ന തെരച്ചിലിനൊടുവിൽ ഇങ്ങനൊരു ശേഷിപ്പുണ്ട് എന്ന് അറിയുന്നതും അതുപോലെ തന്നെ നാട്ടിൽ തന്നെ അത് എത്തുകയും ചെയ്യുന്നു. നമുക്ക് ഈ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തോമസ് ചെറിയാൻ ഇന്ന് ഇപ്പുണ്ടായിരുന്നെങ്കിൽ 72 വയസ്സിൽ ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിന് 22ാമത്തെ വയസ്സിലാണ് മരണം സംഭവിക്കുന്നത്. അത് ആ സമയത്ത് ഉണ്ടായിരുന്നവർ പലരും ഇന്നിവിടെ സമാന പ്രായക്കാരായവരിൽ പലരും ഉണ്ടെങ്കിൽ പോലും ഇന്നത്തെ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് അദ്ദേഹത്തെ വലിയ പരിചയമില്ല. കേട്ടുകേൾവികൾ മാത്രമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് തോമസ് ചെറിയാൻ എന്ന് പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു അപകടമുണ്ടാകുകയും അവിടെ നിന്ന് കാണാതായി എന്നത് കേട്ടുകേൾവിയായിട്ട് ഉണ്ടായിരുന്ന കേട്ടുകേൾവിയാണ് പിന്നീട് ഇപ്പോൾ അതൊരു യാഥാർത്ഥ്യം എന്ന നിലയിലേക്ക് എത്തുകയും നീണ്ട 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ലഭിക്കുകയും ചെയ്തത്. ഏറ്റവും വലിയ തിരച്ചിലിനൊടുവിലാണ്, സത്യത്തിൽ രാജ്യം കണ്ടതിൽ വെച്ച് തന്നെയുള്ള ഏറ്റവും വലിയ തിരച്ചിലാണ് നടന്നത്. ആ ഏറ്റവും വലിയ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഭൗതിക ശരീരം ലഭിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ളൊരു നടപടിക്രമങ്ങളും എന്തായാലും പൂർത്തിയായി തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും. ഇനി വീട്ടിലേക്ക് എത്തുമ്പോൾ ആദ്യം ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിക്കുകയും അവിടെയും പൊതുദർശനമുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് പിന്നിൽ കാണുന്ന ഒരു ചിത്രം വെച്ചൊരു സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ ഒരു മണ്ഡപം പോലെ ഒരു സജ്ജീകരണം നടത്തിയിട്ടുണ്ട്. അവിടെയും പൊതുദർശനം ഉണ്ടാകും. ആ പൊതുദർശനം നടത്തിയതിനു ശേഷം ചെറിയ രീതിയിലായിരിക്കും, അത് സമയത്തിൻ്റെ ഒരു പരിമിതി കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലൊരു പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം വിലാപയാത്രയായി വീട്ടിലേക്ക് പോകും. വീട്ടിലും പൊതുദർശനം നടക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ കത്തീഡ്രലിൽ കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകൾ അടക്കം നടക്കുക. അതിനുള്ളൊരു നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നുണ്ട്. മാത്രമല്ല വാഹനങ്ങളുടെ ഒരു ഗതാഗത നിയന്ത്രണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംസ്കാരം നടക്കുന്ന കത്തീഡ്രലിലടക്കം അതിന് സമീപത്തടക്കം വാഹനങ്ങൾക്കൊരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കത്തീഡ്രലിലേക്ക് പ്രവേശിക്കുന്നതും അതുപോലെ തന്നെ ആ വഴികളിലേക്ക് പ്രവേശിക്കുന്ന അടക്കമുള്ള തിരക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വാഹന നിയന്ത്രണങ്ങളടക്കം ഇപ്പോൾ നടക്കുന്നുണ്ട്. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള പലരും പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ആ നിലയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഘട്ടം എന്ന നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്, ഇനി ഒരു 2.5 മണിക്കൂർ മാത്രമാണ്. ഏകദേശം ഒരു 10 മണിക്കുള്ളിൽ ഭൗതിക ശരീരം ഇലന്തൂരിലെ ഈ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് എത്തും. അവിടെ നിന്ന് വിലാപയാത്രയെ പുറത്തേക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുള്ള ശരി പ്രശാന്ത്, തുടരുക. പ്രശാന്ത്, ഇപ്പോൾ ഉള്ളത് ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷന് സമീപമാണ്. അവിടേക്ക് വിലാപയാത്ര എത്തുന്നതോടെ അവിടെ നിന്ന് ഇപ്പോൾ ആംബുലൻസിലെത്തുന്ന ആ ഒരു മൃതശരീരം അവിടെ നിന്ന് സൈനികത്തിൻ്റെ തുറന്ന വാഹനത്തിലേക്ക് മാറ്റും. അവിടെ നിന്നാണ് ഒരു വിലാപയാത്രയായി തോമസ് ചെറിയാൻ്റെ വസതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ തോമസ് ചെറിയാൻ്റെ വസതിയിൽ നിന്ന് CG ഉമേഷ് കൂടി ചേരുന്നുണ്ട്. ഉമേഷ്, ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വേണ്ടി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള അടക്കമുള്ളവർ വീട്ടിലെത്തി കുടുംബ അംഗങ്ങളെയും ഒക്കെ കാണുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. ഇന്നും അതുപോലെ വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള
വിവിധ ആളുകൾ തോമസ് ചെറിയാന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എത്തുമോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? തീർച്ചയായും നിഖില, സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആളുകൾ എത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊപ്പം വിവിധ സംഘടനകളുടെ ഭാഗത്തു നിന്നുമൊക്കെ ഇവിടേക്ക് തോമസ് ചെറിയാൻ അന്ത്യോപചാരം അർപ്പിക്കാൻ ആളുകൾ എത്തും. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ചില സംഭവവികാസങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. 56 വർഷങ്ങൾക്ക് മുൻപ് വീരമൃത്യു വരിച്ച ഒരു സൈനികൻ്റെ ഭൗതിക ശരീരം നാട്ടിലേക്ക് കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ സഹപാഠികളും ഒപ്പം അയൽവക്കമുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ മറന്നു തുടങ്ങിയിരുന്നു. എന്നാൽ പോലും സൈന്യം അത് മറന്നിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഓർത്തെടുത്തത്. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ പ്രധാനമായും പരാമർശിച്ചത് 56 വർഷം നീണ്ടു നിന്നൊരു തിരച്ചിലൊരു സൈനികനായി സൈന്യം നടത്തുന്നത് അത്ഭുതകരമാണ്. എന്തായാലും സിനിമാ കഥകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലേക്കായിരുന്നു ആ സംഭവവികാസങ്ങൾ പോയത്. 56 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ട സഹോദരൻ്റെ ഭൗതിക ശരീരമെങ്കിലും തിരികെ കിട്ടുന്നു. മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നു. എന്തായാലും വലിയൊരു സംതൃപ്തി കുടുംബത്തിനുണ്ട്. കാരണം 56 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു എന്ന വിവരമല്ലാതെ മറ്റൊരു വിവരവും അവർക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ ഭൗതിക ശരീരം, മൃതദേഹം അവർക്ക് മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ അവസാനമായി അവർക്കൊന്ന് കാണാൻ അവസരം ലഭിക്കുന്നു. ഒപ്പം ഇലന്തൂരിൻ്റെ പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത പേരായിരുന്നു തോമസ് ചെറിയാൻ്റെ. അല്ലെങ്കിൽ ആ കഥകൾ അത്തരത്തിൽ പണ്ടെപ്പോഴോ സൈന്യത്തിൽ പോയ ഒരാൾ എന്നതിലപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ തങ്ങളുടെ പ്രദേശത്തിന് ഗ്രാമത്തിൽ ലഭിച്ചൊരു വീര പുരുഷനായി പ്രദേശവാസികളെല്ലാം തോമസ് ചെറിയാൻ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ വീടിന് ചുറ്റും നമുക്ക് കാണാം. നേരത്തെ ആദ്യ ദിവസം ഈ വാർത്ത പുറത്തു വന്ന ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ സൈന്യത്തിൻ്റെ ഫയലുകളിൽ നിന്നാണ് ആ ചിത്രം പിന്നീട് ലഭിക്കുന്നത്. വീട്ടിൽ കുടുംബ വീട് ഇവരുടേത് പുനർനിർമ്മിച്ചപ്പോൾ ചിത്രങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. പിന്നീട് സൈന്യം അവരുടെ ഫയലിൽ നിന്ന് കുടുംബത്തിനായി ചിത്രം നൽകുകയായിരുന്നു. ആ ചിത്രം എല്ലായിടങ്ങളിലും ഇലന്തൂർ ജംഗ്ഷൻ മുതൽ വീട്ടിലേക്ക് വരുന്ന എല്ലാ പ്രദേശങ്ങളിലും ആ ചിത്രം പലവിധ സംഘടനകളും ഇലന്തൂരിലെ യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ അങ്ങനെ ഫ്ലെക്സുകളായും പോസ്റ്ററുകളുമായും ഒക്കെ ഒട്ടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ ഇലന്തൂരിൻ്റെ പുതിയ 56 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്ന് പോയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിലാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം അദ്ദേഹം പോയതിന് ശേഷം വളർന്നു വന്ന ഒരു വലിയ തലമുറയുണ്ട് ഇവിടെ. അപ്പോൾ അവർക്കൊക്കെ ഒരു അത്ഭുതമാണ് തോമസ് ചെറിയാൻ്റെ ഇപ്പോൾ ഈ ഒരു ജീവിതകഥയും ഇപ്പോൾ ഭൗതിക ശരീരം ലഭിച്ചു എന്നതൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരൊക്കെ അന്ത്യോപചാരം അർപ്പിക്കാനല്ല, അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നാടിൻ്റെ വീരപുരുഷന് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 9:00 ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിലേക്ക് ഭൗതിക ശരീരം വഹിച്ചുള്ള യാത്ര തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്ന യാത്രയെത്തും. അവിടെ നിന്നാണ് സൈന്യത്തിൻ്റെ തുറന്ന വാഹനത്തിലേക്ക് ഭൗതിക ശരീരം മാറ്റുക. അതിനുശേഷം ഞാനിപ്പോൾ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇവിടേക്ക് കൊണ്ടുവരും. ഇവിടെ എത്തിയതിനു ശേഷം ഏതാണ്ട് 2 മണിക്കൂർ ഇവിടെ പൊതുദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളും ഇവിടെ നടക്കും. സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തും. ഇവിടെ നിന്നാണ് പിന്നീട് വിലാപയാത്ര. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇടവക പള്ളിയിലേക്ക്. അവിടേക്കും വിലാപയാത്രയാണ് ഭൗതിക ശരീരം കൊണ്ടുപോകുക. ഇടവകയും അദ്ദേഹത്തിന് പ്രത്യേക ഒരു ആദരം നൽകുന്നുണ്ട്. കുടുംബ കല്ലറയിലല്ല, പള്ളിയോട് ചേർന്ന് പള്ളിയുടെ മുറ്റത്തുള്ള പ്രത്യേക സ്ഥലത്ത് തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക കല്ലറയിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ അപൂർവമാണ്. അത് 2 തരത്തിൽ. ഒന്ന്, സൈനിക സേവനത്തിന് അക്കാലത്ത് ഇവിടെ നിന്ന് പോകുക, അവിടെ വീരമൃത്യു വരിക്കുക. ഒപ്പം 56 വർഷങ്ങൾ കഴിഞ്ഞും സൈന്യം ഇത്രത്തോളം പ്രാധാന്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടെത്തി നാട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സഭയും ഒരു അംഗീകാരം നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കുടുംബ കല്ലറയല്ല, പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാകും സംസ്കരിക്കുക. എന്തായാലും വീട്ടിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. തോമസ് ചെറിയാൻ്റെ അന്ത്യയാത്രയ്ക്കായി ഇലന്തൂരിൻ്റെ വീരപുത്രനെ സ്വീകരിക്കാനായി നാട് ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അങ്ങനെ കാത്തിരിക്കുകയാണ്. ഭൗതിക ശരീരം എത്തുന്നതിന് ഏതാണ്ട് 56 വർഷങ്ങൾക്ക് മുൻപ് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ആൾ അത് തിരികെ എത്തുന്നു. അവസാന യാത്രയ്ക്കായി തിരികെ എത്തുന്നു. അതിനുള്ള കാത്തിരിപ്പിലാണ് ഇലന്തൂർ ഗ്രാമം. നിഖിൽ, ഇലന്തൂരെ വീട്ടിൽ നിന്ന് CG ഉമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രശാന്തുണ്ട്. ഒപ്പം ഈ ഒരു വിലാപയാത്രയ്ക്കൊപ്പം ശാലിനിയുമുണ്ട്. നമുക്ക് പ്രശാന്തിലേക്ക് തന്നെ ഒന്ന് പോകാം. പ്രശാന്ത്, നമ്മൾ അവിടെ ഒരുക്കങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളാണ്, അതായത് സൈനികന് അവസാനമായി വിട നൽകാൻ നാടൊരുങ്ങുമ്പോൾ നാടിൻ്റെ ഒരു പൊതുദർശനം എന്ന രീതിയിൽ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരുക്കങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ.
അതെങ്കിൽ തീർച്ചയായും ഒരുക്കങ്ങൾ നടന്നു വരികയാണ്. ഇനി മണിക്കൂർ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് എത്തുമ്പോഴേക്കും അതിനുള്ള നടപടിക്രമങ്ങളും പൂർത്തിയാകും. ഇവിടെ ഏതായാലും ആദ്യം ഈ മാർക്കറ്റ് ജംഗ്ഷനിലേക്കാണ് എത്തുന്നത്. മാർക്കറ്റ് ജംഗ്ഷനിൽ ഇതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് വിലാപയാത്രയായി വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ള ഉള്ളവരടക്കം ഈ വിലാപയാത്രയിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അതിനുള്ളൊരു തയ്യാറെടുപ്പും സജ്ജീകരണങ്ങളും എല്ലാം ഇപ്പോൾ നിലവിൽ നടന്നു വരികയാണ്. ഇലന്തൂരിൽ ഇത്തരത്തിൽ ഒരു വീരപുത്രനെ അവർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഇന്നത്തെ തലമുറയ്ക്ക്, അതായത് മുൻ തലമുറയ്ക്ക് മാത്രമായിരുന്നു ഇത് അറിയാവുന്നത്. അതായത് ഒരു 70 വയസ്സിന് മുകളിലേക്കുണ്ടായിരുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്ന വിവരം തന്നെ അറിയാമായിരുന്നത്. എന്നാൽ ഈ വാർത്ത വന്നതിന് ശേഷമാണ് ഇവിടുത്തെ പുതിയ തലമുറയിലെ പലർക്കും തോമസ് ചെറിയാനെ മനസ്സിലാക്കുന്നതും അറിയുകയും ചെയ്യുന്നത്. എന്തായാലും അതിൻ്റെ അങ്ങനെ ഒരു വീരപുത്രനെ കാണുവാനും അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമെല്ലാം ഇലന്തൂരിലെ ജനതയും തയ്യാറെടുത്തിരിക്കുകയാണ്. പലരോടും നമ്മൾ സംസാരിക്കുമ്പോഴും അവർക്ക് നേരിട്ട് പരിചയമില്ലാത്തവരാണ് ഇന്നത്തെ യുവതലമുറ എന്ന് പറയുന്നത്. ഒരു 40 വയസ്സ് അല്ലെങ്കിൽ 40-50 വയസ്സിനിടയിൽ പ്രായമുള്ളവർക്കാർക്കും ഈ തോമസ് ചെറിയാൻ്റെ ഓർമ്മകൾ ഏതാനും ചിലർ വീട്ടുകൾ പറഞ്ഞിട്ടുള്ള അറിവല്ലാതെ മറ്റ് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടുള്ളത് ഓർമ്മകൾ അവരുടെ ഭാഗത്തുനിന്ന് അവർക്കറിയില്ല. എന്തായാലും ഈ ഒരു വിവരം അല്ലെങ്കിൽ ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം കണ്ടെടുത്തു വന്ന ഒരു വാർത്ത വന്നതിന് ശേഷം അതിൻ്റെ അദ്ദേഹത്തെ കാണുവാനും ഒരു നോക്ക് കാണുവാനും ആ ഭൗതിക ശരീരത്തിൽ അവരുടെ വീരപുത്രനെ അവസാനമായ ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കുവാനുമെല്ലാം ഉള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇലന്തൂരിലെ ജനതയും. ഏറ്റവും വലിയ തിരച്ചിൽ നമുക്കറിയാം, രാജ്യം കണ്ടതിൽ വെച്ച് തന്നെയുള്ള ഏറ്റവും വലിയ തിരച്ചിലാണ്. ആ തിരച്ചിലിനൊടുവിലാണ് ഭൗതിക ശരീരം ലഭിച്ചത്. അതായത് 1956 വിമാന അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് പല ഘട്ടങ്ങളായി രാജ്യം ഈ മരണപ്പെട്ടു പോയിട്ടുള്ള സൈനികർക്കായിട്ടുള്ള തിരച്ചിൽ നടത്തിയത്. ഈ മേഖല എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചെന്നെത്താൻ കഴിയാത്ത തലത്തിലുള്ള ദുർഘടമായ മേഖലയാണ്. അവിടേക്കാണ് ഈ തെരച്ചിൽ നടത്തിയത്. പലതവണ പല ഘട്ടങ്ങളായി തെരച്ചിൽ നടത്തുകയും ചെയ്തു. അതിൻ്റെ ഒരു ഫലം എന്ന് വേണം തന്നെ പറയാം. അതിനകത്ത് ഇന്ത്യൻ സേനയുടെ മിലിറ്ററിയുടെ ഒരു വലിയ സാഹസം ഇതിനകത്ത് ഈ ഭൗതിക ശരീരങ്ങൾ കണ്ടെത്തുന്നതിലുണ്ട്. അതായത് ഓരോ മരണപ്പെട്ടു പോയിട്ടുള്ള, ഇത്രയും വർഷം പിന്നിട്ടിട്ടും മരണപ്പെട്ടു പോയിട്ടുള്ള ഓരോ സൈനികൻ്റെയും ആ സൈനികനോട് ഉള്ളൊരു ആദരവ്, മിലിറ്ററിയുടെ ഒരു ആദരവുണ്ട്. ആ ആദരവിൻ്റെ കൂടി ഭാഗമാണ് ഈ തെരച്ചിൽ എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്രയും വർഷം പിന്നിട്ടിട്ടും ആ തെരച്ചിൽ നിർത്താൻ അവർ തയ്യാറായില്ല. അതിൻ്റെ കൂടി ഫലമാണ് ഈ 56 വർഷം പിന്നിടുമ്പോൾ തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ലഭിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ AN-12 എയർക്രാഫ്റ്റാണ് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ്ങിൽ വെച്ചിട്ട് ഈ എയർക്രാഫ്റ്റ് അപകടത്തിൽപ്പെടുന്നത്. 1968 ഏകദേശം നീണ്ടൊരു 56 വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ ഈ ഭൗതിക ശരീരം ലഭിക്കുകയും ചെയ്തത്. അത് പല ഘട്ടങ്ങളായി പല സമയങ്ങളിൽ ഈ തെരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. 102 സൈനികരുമായി അതുപോലെ തന്നെ അതിൻ്റെ സാമഗ്രികളുമായി ചണ്ഡീഗഡിൽ നിന്നാണ് ലേയിലേക്ക് പോയ വിമാനമാണ് കുളു ജില്ലയിൽ വെച്ച് ഈ അപകടത്തിൽപ്പെടുകയും ചെയ്യുന്നത്. എന്നാൽ ഉണ്ടായിരുന്നവരെല്ലാം മരണപ്പെട്ടു എന്ന് തന്നെ ആദ്യം സ്ഥിരീകരണം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഭൗതിക ശരീരം കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ഇവരുടെ ഭൗതിക ശരീരം കണ്ടെത്തുന്നതിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ അധികഠിനമായ ദുർഘടമായ വഴികളും അവിടേക്ക് മനുഷ്യന് ചെന്നെത്താൻ കഴിയുന്നതിലൊരു പരിമിതിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിൽ ഈ മരണപ്പെട്ടു പോയിട്ടുള്ളവരുടെ ഭൗതിക ശരീരം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അതിനുശേഷം പലതവണ ഈ ഭൗതിക ശരീരം കണ്ടെത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ നടന്നുവെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. 2019 വരെ 5 പേരുടെ ഭൗതിക ശരീരങ്ങളാണ് ആകെ കണ്ടെത്തിയത്. ഈ 1968 ശേഷം പല ഘട്ടങ്ങളായി തെരച്ചിൽ നടത്തി. ആ തെരച്ചിലിനൊടുവിലാണ് 2019 വരെ നടത്തിയ തെരച്ചിലാണ് ഈ 5 ഭൗതിക മൃതദേഹങ്ങൾ ലഭിക്കുന്നത്. 2003 അടൽ ബിഹാരി വാജ്പേയി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളും ഈ മൗണ്ടനേറിലും ഉണ്ടായിരുന്നവരെ വിദ്യാർത്ഥികളടക്കമുള്ളവരും തെരച്ചിലിൽ കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ തെരച്ചിലിന് കൂടി ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഭൗതിക ശരീരം കണ്ടുകിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൽ ആ തെരച്ചിൽ ഏറ്റവും നീണ്ട ഒരു തെരച്ചിൽ എന്ന് നമുക്ക് തന്നെ പറയാം. കാരണം ഇത്രയും വർഷവും കഴിഞ്ഞിട്ടും ഈ എയർക്രാഫ്റ്റിന് അപകടമുണ്ടായി ഇത്ര വർഷം പിന്നിടുമ്പോഴും അതിൽ നിന്നും പിന്നോട്ട് മാറാൻ തയ്യാറായിരുന്നില്ല ഇന്ത്യൻ മിലിറ്ററിയും. അതിൻ്റെ ഒരു ഫലം കൂടിയാണ് ഇത്തരത്തിൽ ആ വീട്ടിലേക്ക് എത്തുകയും ആ വീട്ടുകാർക്ക് അവസാനമായി ഒന്ന് കാണുവാൻ ആ ഭൗതിക ശരീരമെങ്കിലും കിട്ടണം, ആ ഭൗതിക ശരീരമെങ്കിലും ലഭിക്കണമെന്ന ആ സേനയുടെ ഒരു
സേനയുടെ ഒരു പരിശ്രമം, ആ പരിശ്രമത്തിൻ്റെ കൂടി ഫലമാണ് ഇപ്പോൾ ഈ തോമസ് ചെറിയാൻ്റെ ഭൗതിക ശരീരം ഇന്ന് 56 വർഷങ്ങൾക്ക് ശേഷം ഇലന്തൂരിലെ സ്വവസതിയിലേക്ക് എത്തുന്നത്. പലർക്കും ഈ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മാത്രം അറിയാവുന്ന ആ സ്ഥലത്ത് ഇന്നൊരു യാഥാർത്ഥ്യം കൂടിയാണ് തോമസ് ചെറിയാൻ എന്ന ഒരു ഇന്ത്യയുടെ വീരനായകൻ അവരുടെ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തുന്ന ഒരു നിമിഷം കൂടിയാണ്. പല ഈ പ്രദേശവാസികളെല്ലാം അതിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇത്തരത്തിൽ ഒരു വീരനായകനെ ഒരു നോക്ക് കാണുവാൻ, അവസാനം അന്ത്യോപചാരം അർപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾക്കായിട്ടൊരു അത്തരത്തിലൊരു മാനസികമായിട്ടൊരു ഒരുക്കത്തിൽ കൂടിയാണ് പലർക്കും ഈ പ്രദേശവാസികൾ പലരും നമ്മളോട് സംസാരിക്കുമ്പോഴെല്ലാം പലർക്കും ഇത് അതായത് ഈ ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ പണ്ട് നടന്നിരുന്നു എന്ന് പറയുന്നതല്ലാതെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അല്ലെങ്കിൽ തോമസ് ചെറിയാൻ എന്ന വ്യക്തി അത്ര സുപരിചിതനല്ലായിരുന്നു. പിന്നീട് ഈ അപകടത്തിൻ്റെ ശേഷം ഈ തെരച്ചിലിന് ശേഷമാണ് ഇപ്പോഴാണ് ഈ ഭൗതിക ശരീരം കണ്ടെത്തിയെന്ന വാർത്തകൾക്കൊക്കെ പിന്നിലാണ് ഇത്തരത്തിലൊരു വലിയ സംഭവം നടന്നിരുന്നു. ഇങ്ങനൊരു അല്ലെങ്കിൽ ഒരു വ്യക്തി, ഒരു വീരപുരുഷൻ തങ്ങളുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രദേശവാസികൾ അറിയുന്നതും അതുകൊണ്ട് തന്നെ ഈ അവസാനം ആ ഒരു യാത്രയയപ്പ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 56 വർഷങ്ങൾക്ക് ശേഷം ഒരു വലിയ യാത്രയയപ്പ് നടത്തുവാൻ കൂടി, അദ്ദേഹത്തിന് ഒരു വീരോചിതമായ ഒരു യാത്രയയപ്പ് കൂടി നടത്തുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് പ്രദേശവാസികളും. നിഖിൽ.